എല്ലാവർക്കും ആദിൽ ടോപ്പ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ തന്നെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാലും ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോസ് എന്താണെന്നാൽ പ്രാവിൻ്റെ പ്രായം എങ്ങനെ നോക്കാം, അതായത് പ്രാവിൻ്റെ കള്ളി പൊടിഞ്ഞത് എങ്ങനെ നോക്കാം എന്നൊക്കെയുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ അതിലൂടെ കേട്ടോ ഏറെക്കുറെ കുഞ്ഞന്മാരെ പ്രായം കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ പ്രാവിൻ്റെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെയുള്ള കുഞ്ഞന്മാരാണ്, നമ്മളവിടെ വിരിഞ്ഞുണ്ടായ കുഞ്ഞന്മാരട്ടോ. മുന്നേ വീഡിയോയിൽ കണ്ടവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മളെ റോസ് കണ്ണ്, അതേമാതിരി സുർമ്മപ്പുള്ളി, നമ്മളെ അങ്ങനത്തെ പ്രാവിൻ്റെ കുഞ്ഞന്മാരാ. പിന്നെ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മളെ വാൽക്കൻ്റെ കുഞ്ഞനായിട്ടുള്ള മഞ്ഞക്കണ്ണ് വെള്ള വീഡിയോയിൽ അതൊരു 3-ാം കള്ളി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് വലക്കൂട്ടിലിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടു എന്നുള്ളൂ. ഇവരെങ്കാളും ലേശം മൂത്ത പ്രാവട്ടോ, ഫീമെയിലേക്കാണ് ആൾ വരുന്നത്. അതിൻ്റെ തുണക്കുഞ്ഞനെ നമ്മൾ കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുത്ത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏതോ പ്രാവ് മേലെ പറക്കണം, അതിനോട് കാക്കതിനെ ഓടിക്കാട്ടോ. ജസ്റ്റ് നമ്മൾ കള്ളി എണ്ണുന്നതിന് മുന്നേ ഒന്ന് ഊതിയൊക്കെ നോക്കണം, ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. അപ്പോൾ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ചിറകിൽ ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഒന്ന് ടിക്ടോക്സൊക്കെ ഒന്ന് മുക്കിയാൽ പോകട്ടോ. പിന്നെ ഇത് ഫീമെയിലാണ്, കണ്ടോ മഞ്ഞ കണ്ണിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ തന്തിയും തള്ളിയും തന്ത നല്ല പറക്കണ പ്രാവാട്ടോ. തള്ള ഒരു നാടൻ പ്രാവിലേക്കാണ് വരുന്നത്. അത് നമ്മളങ്ങനെ തന്നെ സെറ്റ് ചെയ്താണ് കേട്ടോ. അതിൻ്റെ ജോഡിയൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ഫീമെയിലിനെ കയറ്റി കൊടുക്കും. കള്ളി എണ്ണാണെങ്കിൽ ഫസ്റ്റ് മുമ്പ് നാട്ടോ എണ്ണ 1 2 3 4 5 6 7 8 9 കണ്ടോ ഒരു കള്ളി അവിടെ 10. ഇനി ഇപ്പുറത്തുനിന്ന് എണ്ണ 1 2 3 കണ്ടോ 3-ാം കള്ളി പ്രാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണുമ്പോൾ ആ കള്ളി കൂട്ടിയിട്ട് എണ്ണണം കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണൂല, പൊടിഞ്ഞ് വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്നാലും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടോ സൈഡും അതേമാതിരി തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എണ്ണിയമായി തന്നെ കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണമെന്നുള്ളൂ. ഇതേമാതിരി തന്നെയാണ് വീണ്ടും നമ്മൾ കള്ളിയും കാര്യങ്ങളൊക്കെ എണ്ണുക. നല്ലൊരു ഫീമെയിലാണ് കേട്ടോ ഇത്. പിന്നെ ചെള്ളും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നമ്മളെ പ്രാവിൽ കയറി വരുന്നുണ്ട്. അതൊന്ന് ടിക്ടോക്സൊക്കെ ഒന്ന് മുക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി നോക്കണം. അപ്പോൾ ഇതിനെ വേഗം ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് അടുത്ത പ്രാവിനൊക്കെ. പിന്നെ ഇതിൻ്റെ കാലിന് ചെറുതായിട്ട് ഫീമെയിലിൻ്റെ ഒരു ബൂട്ടും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിലിൻ്റെ കണ്ണാണ് ആ കിട്ടിയിരിക്കുന്നത്, കാലുണ്ടോ ജസ്റ്റ് ബൂട്ടും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ഇനി നമുക്ക് ഇതിനെ നേരെ വലക്കൂട്ട് കൊണ്ടുപോയിടാം. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീമെയിലാണ്. അപ്പോൾ അടുത്ത നമ്മളൊരു സബ്ജ കുഞ്ഞാനാണ് കേട്ടോ, നമ്മളെ റോസ് കണ്ണിൻ്റെ കുഞ്ഞാനാണ്. ഇത് 0 കള്ളി കുഞ്ഞാനാട്ടോ. ഇതിവിടെ വിരിഞ്ഞുണ്ടായ കുഞ്ഞാനാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. കണ്ടോ റോസ് കണ്ണ് കുഞ്ഞാനാണ്. അപ്പോൾ ചിറകും കാര്യങ്ങളും മുന്നേ കാണിച്ച മാതിരി തന്നെ മുമ്പ് അങ്ങോട്ട് എണ്ണുക. കണ്ടോ ഇതേമാതിരി അങ്ങ് റിപ്പീറ്റ് ചെയ്യുക. കള്ളി പൊയിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, തൂവലൊന്നും ഉണ്ടാവില്ല. ഇത് വെട്ടിയ പ്രാവിൽ വലിച്ചിട്ട പ്രാവിലൊന്നും ഇത് അത്ര പെട്ടെന്ന് അറിയില്ല കേട്ടോ. ഫുൾ ചെറുക ആയാലേ അറിയുള്ളൂ. കണ്ടോ വാലും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനൊന്ന് ടിക്ടോക്സിലൊക്കെ ഒന്ന് മുക്കി ഇവിടെ എടുക്കണം. കണ്ടോ റോസ് കണ്ണാണ്, വെയിലായിട്ടോ അധികം തെളിഞ്ഞ് കാണാത്ത. ഇപ്പോൾ ഒരു വെള്ളക്കണ്ണ് മാതിരിയാണ് വെയിലായിട്ട് കാണുന്നത്. പിന്നെ ഇതാ ഇവരൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതൊക്കെ ഇവിടെ ഉണ്ടായ കുഞ്ഞന്മാർ തന്നെയാണ്. ആ നേരത്തെ കാണിച്ചെന്ന ഫസ്റ്റ് കാണിച്ചെന്ന വെള്ള പ്രാവാണ്, നമ്മളെ ഫീമെയിൽ കുട്ടിയുണ്ട്, നമ്മളെ വാൽക്കൻ്റെ കുഞ്ഞനാ. പിന്നെ നേരത്തെ കാണിച്ചെന്ന സബ്ജ. ഇനിയും കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. പൂച്ചകളൊക്കെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ നല്ല മനസ്സിലാവും. ഇതൊക്കെ ഇവിടെ പറത്തിക്കാനുള്ള പ്രാവളാണ് കേട്ടോ, നമ്മളവിടെ പറത്താനുള്ള പ്രാവളാണ് ഇതൊക്കെ. നല്ല കുഞ്ഞന്മാരാണ്. പിന്നെ നമ്മളതിൽ കുറേ കുഞ്ഞന്മാർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ വാൽക്കൻ്റെ കുഞ്ഞനൊക്കെ ഉണ്ട് അതിൽ. കണ്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ നമ്മളെ വെള്ള സെറ്റിനും കുഞ്ഞന്മാർ. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ വീഡിയോസ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ വീഡിയോക്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലൈക്കനും അമർത്തി സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളൊന്ന് സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റിൽ ഇട്ടാൽ അത് അറിയാത്തവർക്ക് അതൊരു ഗുണമായിട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം.
ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്താൽ നമുക്ക് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം കാണട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ.